ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ മില്ലറ്റ് വെച്ചിട്ടുള്ള ഉപ്മാവാണ് തയ്യാറാക്കുന്നത്. മില്ലറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പ്രോട്ടീനും ഫൈബറും ഒക്കെ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഗർ ഫ്രീ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് മില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അതിനുശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. സ്റ്റവ് കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിൽ നെയ്യിലും ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും പീസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പീസ് ഓൾറെഡി കുക്ക്ഡാണ്, ഫ്രോസൺ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മില്ലറ്റിന് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മില്ലറ്റിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. ഇനി നമുക്ക് പാത്രം തുറന്ന് വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ മില്ലറ്റ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവസാനം വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ. നെയ്യിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവാണിത്. ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഉപ്മാവാണിത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.